ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് മത്തി വെച്ചിട്ടുള്ള കറിയല്ല വെക്കുന്നത്. പകരം നമ്മുടെ മത്തിക്കുട്ടന്മാരുടെ പരിഞ്ഞിലെടുത്തിട്ടുള്ള ഒരു അടിപൊളി തോരനാണ് കേട്ടോ. ആവശ്യമില്ലാത്ത ഒരു മസാലകളും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ആകപ്പാട് ഇതിനകത്ത് ഇടുന്നത് ഉപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇച്ചിരി സവാളയും 2-3 പച്ചമുളകും കറിവേപ്പിലയും ഇത്രയും കൂടി ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ തോരൻ. അപ്പം ഞാനിവിടെ സവാള ചെറുതാക്കിയാണ് അരിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ തോരനൊക്കെ അരിയുമ്പോൾ കൊത്തിപ്പിടിച്ചരിയില്ലേ, അതുപോലെ അരിയണം. അപ്പോഴാണ് കുറച്ചുകൂടെ കഴിക്കാൻ നമുക്ക് ടേസ്റ്റ് വരുന്നത്. ഉള്ളി പെട്ടെന്ന് വാടി വരും. എന്നിട്ട് ഇത് ആ മത്തിയുടെ കറിയാണ് കേട്ടോ. മത്തി കറി വെക്കുമ്പോഴും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതൊരു ദിവസം വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചട്ടി വെച്ചു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ചട്ടിയിലൊന്ന് ചെയ്ത് നോക്കിയേ. ഭയങ്കര ടേസ്റ്റാണ് പരിഞ്ഞിൽ തോരൻ കേട്ടോ. അപ്പം എന്താണ്ട് നമ്മുടെ ചട്ടി ചൂടായി കഴിഞ്ഞ് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട്, കടുക് നന്നായിട്ട് പൊട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ ഏത് കറി വെച്ചാലും രുചിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചതിടുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇടുക. ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പിടേണ്ടവർക്ക് ഉപ്പിടാം. ഞാൻ ഉപ്പിടാൻ മറന്നുപോയി കേട്ടോ, വീഡിയോ എടുക്കുന്നതിൻ്റെ ശ്രദ്ധയായിപ്പോയി. ലാസ്റ്റാണ് ഞാൻ ഉപ്പിട്ടത്. നിങ്ങൾ ആദ്യം തന്നെ ഇടണമെങ്കിൽ ഇടാം, പക്ഷേ വളരെ കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ ഉപ്പ്. ആദ്യം ഇട്ട് കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കാം. എന്നിട്ട് ഈ വഴണ്ടി വന്ന ഈ സവാളയിലേക്ക് നമ്മൾ കഴുകി വെച്ച പരിഞ്ഞിലിടുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒരു ഇച്ചിരി ആവിയൊക്കെ ഒന്ന് കയറി വേവായി വരുമ്പോഴത്തേക്കും നമുക്കത് തുറന്ന് നോക്കാം. അയ്യോ, ഇപ്പോൾ ഒരു മണമടിക്കും. എൻ്റെ പൊന്നേ, വെള്ളം ഊറും വായിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിങ്ങി വെച്ച തേങ്ങയും അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ഇടുക. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ അടച്ച് വെക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇച്ചിരി ചേർക്കാം. എന്നിട്ട് ഇത് കറക്റ്റ് ചെയ്ത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഇത് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. എനിക്ക് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ഉപ്പിട്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഉള്ള ആ ജലാംശമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റുക. എൻ്റെ പിന്നെ ഞാൻ അവിടെ വെച്ച് തന്നെ കുറച്ചങ്ങ് തിന്ന്, കുറച്ചേ വീട്ടുകാർക്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം കൊതി കൊണ്ട് തിന്നതാണ്. അപ്പം ഭയങ്കര മണമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര സിമ്പിളാണ്. സിമ്പിളെന്ന് വെച്ചാൽ പൊടി കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാം, അത്ര സിമ്പിളാണ്. ഒരുപാട് സാധനമൊന്നുമില്ല, ഉപ്പിടുന്ന മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ നല്ല ചൂടോടെ പരിഞ്ഞിൽ തോരൻ നല്ല വാഴയിലയിലൊക്കെ ഇട്ടിട്ട് കഴിക്കണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ടാറ്റ.